അടിസ്ഥാന പ്രമാണങ്ങൾ. ചിന്ത ഒരു ക്വാണ്ടം അവസ്ഥയാണ്. ചിന്തകളുടെ സാന്ദ്രീകൃതാവസ്ഥയാണ് വികാരം. വികാരങ്ങളുടെ സാന്ദ്രീകൃതാവസ്ഥയിൽ വസ്തുതകളും ഉണ്ടാവും. ചിന്തകളിൽ ആകുലതകളുണ്ടെങ്കിൽ ആകുലത വികാരവും തുടർന്ന് വസ്തുതയുമാകും. ചിന്താരീതി ഉപബോധ മനസ്സിന്റെ ശുദ്ധിക്കനുസൃതമാണ്. അവ അറിവിന്റെ ശുദ്ധിയെ ആശ്രയിക്കുന്നു. ആകുലതകൾ ശുദ്ധിയില്ലാത്ത ജ്ഞാനത്തിന്റെ ഫലമാണ്. പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള ശുദ്ധമായ ജ്ഞാനം നമ്മെ ആഗ്രഹിക്കാൻ യോഗ്യരാക്കും. യോഗ്യമായതെന്തും ആഗ്രഹിക്കുവാനായാൽ ആഗ്രഹിക്കുന്നത് നേടാനുമാകും. ഈ യോഗ്യതയ്ക്കും ആഗ്രഹത്തിനും നേട്ടത്തിനും പരിധി കൽപ്പിക്കേണ്ടതില്ല തന്നെ. ഇവ പരസ്പര ബന്ധിതവും ക്രമിതവുമാണ്. ശുദ്ധജ്ഞാനത്തിന്റെ അളവാണ് യോഗ്യത ആഗ്രഹ നേട്ടങ്ങൾക്ക് പരിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് അറിവിന്റെ ശുദ്ധി പരമമാക്കുക. വിഭവം. പ്രപഞ്ചം പരിമിതമല്ല, അതുകൊണ്ട് തന്നെ വിഭവങ്ങളും. പരസ്പര പൂരിതമായ വിഭവ വിതരണത്തിൽ ഒന്നും അധികമോ അല്പമോ അല്ല. ഇല്ലായ്ക ഒരിക്കലും ഇല്ലാത്തതുകൊണ്ടല്ല, ഉണ്ടായികയെക്കുറിച്ചുള്ള അറിവില്ലായ്ക കൊണ്ടാണ്. സ്വീകരിക്കാനുള്ള യോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ് സമൃദ്ധിയുടെ താക്കോൽ. ആകർഷണം. നമ്മിലെ യോഗ്യതാബോധവും ആഗ്രഹവും നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികവും പ്രാതിഭാസികവുമായ സർവത്തെയും പക്വപ്പെടുത്തുകയും ഒരു നീർച്ചാലെന്ന പോലെ ആഗ്രഹിച്ചതിനെ ആകർഷിക്കുകയും ചെയ്യും. വ്യാകുലത പ്രശ്നങ്ങളെയും ശുഭവിശ്വാസവും പ്രതീക്ഷയും ശുഭാന്തങ്ങളെയും ആകർഷിക്കും. അറിവിന്റെ ശുദ്ധിയുടെ പൂർണ്ണത ആഗ്രഹബീജത്തിന്റെ പാകമാകൽ കാലത്തെ നിർണയിക്കുമെന്ന് മാത്രം. വിശ്വാസവും പ്രതീക്ഷയും ശ്രദ്ധയും എത്ര കൂടുന്നുവോ അത്രയും വേഗം അത്രയും അളവിൽ ആഗ്രഹിച്ചതിനെ ആകർഷിക്കും. ആകുലതയും അങ്ങനെ തന്നെ. വിനിമയം. ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാനുള്ള ശേഷി വിനിമയശേഷിയാണ്. വിനിമയശേഷി എന്നാൽ സ്വീകരിക്കാനുള്ള ശേഷി മാത്രമല്ല. ദാനവും സ്വീകരണവും തുലനപ്പെട്ടിരിക്കുമ്പോഴാണ് നാം വിനിമയത്തിന് യോഗ്യമാകുക. നല്ലത് നൽകുന്നവർക്ക് നന്മ സ്വീകരിക്കാനാകും. നന്മയെന്ന് കരുതി നൽകുന്നതിന്റെ പശ്ചാത്തല വൈകാരികത തിന്മയോ അശുദ്ധ ധാരണയോ എങ്കിൽ സ്വീകരിക്കാനാവുന്നതും സമാനമായത് തന്നെയായിരിക്കും. അംഗീകാരം. അംഗീകരിക്കാനുള്ള ശേഷിയാണ് യോഗ്യതയിലേക്കുള്ള അടിസ്ഥാന വഴി. സ്വയം അംഗീകരിക്കാനാകണം. മുന്നിൽ വരുന്നതെന്തിനേയും അംഗീകരിക്കാനാകണം. അംഗീകാരം ആശയം എന്ന അവസ്ഥയിൽ നിന്നും പ്രകടമായ രേഖപ്പെടുത്തലാകും തോറും അംഗീകാരശേഷിയുടെ തീക്ഷ്ണതയും കൂടും. അത് യോഗ്യതയെ വർദ്ധിപ്പിക്കും. ലഭിച്ചിരിക്കുന്ന ജീവനും ശേഷിക്കും ചുറ്റുപാടിനോടും കൃതജ്ഞതയുണ്ടാവുകയും പ്രകടിപ്പിക്കുകയും സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. വിജയം സുനിശ്ചിതം. പരിഹാരം. ശൂന്യതയെ പ്രപഞ്ചം അനുവദിക്കില്ല. സ്വവിഭവങ്ങളാൽ പ്രപഞ്ചം അതിനെ പരിഹരിക്കും. തടസ്സങ്ങളില്ലെങ്കിൽ താണനിലത്തേക്ക് നീരോടിയിരിക്കും. ആഗ്രഹം ശൂന്യതയാണ്. അത് പരിഹരിക്കത്തക്ക വിധത്തിലാണ് പ്രാപഞ്ചിക വിഭവ വിധാനം. ആഗ്രഹത്തെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വളർത്തുക. അത് കർമ്മത്തെയും ഫലത്തെയും സൃഷ്ടിക്കുകയും ആഗ്രഹത്തെ പരിഹരിക്കുകയും ചെയ്യും. അപ്രതിരോധം. പ്രതിരോധം പ്രപഞ്ചധർമ്മത്തെ തടയുന്നു. പരാജയങ്ങൾക്ക് അത് കാരണമാകും. ഇല്ലാകളിൽ നിന്നും ഉവ്വുകളിലേക്ക് തിരിയുക. നമ്മോട് വിരോധിക്കുന്നവർക്ക് നന്മ ചെയ്യുക. തീരുമാനങ്ങൾ പ്രപഞ്ചധർമ്മത്തിന് വിടുക. നന്മ മാത്രം ആഗ്രഹിക്കുകയും പ്രതിരോധമില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സംവിധാനത്തെ പ്രപഞ്ചം നമുക്ക് മുന്നിലെത്തിക്കും. മാപ്പ് നൽകൽ മനസ്സിലെ ഊനചിന്തകളെ ഉന്മൂലനം ചെയ്യും. ഭൂതകാലത്തെ സ്വകർമ്മങ്ങളോട് സ്വയം മാപ്പ് നൽകുക. അപരരുടെ ദ്രോഹങ്ങൾക്ക് മാപ്പ് നൽകുക. മാപ്പ് നൽകുന്നിടത്താണ് മുഴുവൻ ജീവിത പാഠങ്ങളും പഠിക്കപ്പെടുന്നത്. അഹങ്കാരവും അസൂയയും മാപ്പിന് മുന്നിൽ അപ്രത്യക്ഷമാകും. ത്യാഗം. ലക്ഷ്യപ്രാപ്തി ത്യാഗത്തിന്റെ ഫലമാണ്. നിൽക്കുന്നയിടം ത്യജിച്ചാൽ മാത്രമേ ഒരു യാത്രയ്ക്ക് ശേഷം മറ്റൊരിടത്ത് എത്തൂ. പൂർവ്വ കാഴ്ചപ്പാടുകൾ
തൊഴിൽ, രീതി, ശീലങ്ങൾ, ഭക്ഷണം എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത വളരെ വലിയ ജീവിത പശ്ചാത്തലത്തിലേക്ക് നമ്മെ എത്തിക്കും. പ്രതിബന്ധമാകുമെന്നുള്ള എന്തിനേയും ത്യജിക്കുക, ബന്ധങ്ങളെപ്പോലും. മാപ്പോടെ, അംഗീകാരത്തോടെ, പ്രതിരോധമില്ലാതെ വേണ്ടെന്ന് വെക്കൽ ന്യൂനമാണ്. പകരം വേണ്ടത് മാത്രം കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുക. വേണ്ടാത്തവ കൊഴിഞ്ഞുപോയിക്കൊള്ളും. ത്യാഗം. ലക്ഷ്യപ്രാപ്തി ത്യാഗത്തിന്റെ ഫലമാണ്. നിൽക്കുന്നയിടം ത്യജിച്ചാൽ മാത്രമേ ഒരു യാത്രയ്ക്ക് ശേഷം മറ്റൊരിടത്തെത്തൂ. പൂർവ്വ കാഴ്ചപ്പാടുകൾ, തൊഴിൽ, രീതി, ശീലങ്ങൾ, ഭക്ഷണം എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത വളരെ വലിയ ജീവിത പശ്ചാത്തലത്തിലേക്ക് നമ്മെ എത്തിക്കും. പ്രതിബന്ധമാകുമെന്നുള്ള എന്തിനേയും ത്യജിക്കുക, ബന്ധങ്ങളെപ്പോലും. മാപ്പോടെ, അംഗീകാരത്തോടെ, പ്രതിരോധമില്ലാതെ. വേണ്ടെന്ന് വയ്ക്കൽ ന്യൂനമാണ്. പകരം വേണ്ടത് മാത്രം കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുക. വേണ്ടാത്തവ കൊഴിഞ്ഞുപോയിക്കൊള്ളും. അനുസരണം. ജീവിതത്തെ പൂർണ്ണമായും പ്രപഞ്ചം നിയന്ത്രിക്കുന്നു. പ്രതിരോധമില്ലാതെ അവയെ അനുസരിക്കുക. പ്രപഞ്ചം പുണ്യപാപവിധികളില്ലാത്തതാണ്. നന്മയെ പ്രതിരോധിക്കുമ്പോൾ പ്രപഞ്ചത്തിന് പ്രതിവിനിമയം ചെയ്യാനാകാതെ വരികയും നന്മ നമ്മിൽ നിന്ന് അകലുകയും ചെയ്യും. നന്മ ആഗ്രഹിച്ച് പ്രതിരോധിക്കാതെ പ്രപഞ്ച നിയോഗങ്ങളെ അനുസരിക്കുക. ഒരു ഭൂതത്തെ പോലെ നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചം അനുസരിച്ചുകൊള്ളും. വിജയം. പ്രപഞ്ചത്തിന് വിജയമേ അറിയൂ. സർവരെയും അതിനുള്ള സാങ്കേതിക ശേഷിയോടെയാണ് പ്രപഞ്ചം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മിലെ പരിമിതമായ ജ്ഞാനം പ്രപഞ്ചത്തിന്റെ അവർണ്ണനീയമായ സംവിധാനത്തെ മുഴുവനായും ദർശിക്കാൻ പ്രാപ്തമല്ലാതാക്കും. സ്ഥിത പരിശീലനവും പഠനവും കൊണ്ട് ജ്ഞാനത്തെ തേച്ചു മിനുക്കിയെടുക്കാനാകും. ഇത് നമ്മുടെ ദർശനത്തെ വിപുലപ്പെടുത്തും. ദാരിദ്ര്യത്തിൽ പവിത്രതയും സമൃദ്ധിയിൽ പാപവും പ്രപഞ്ചം ഏർപ്പെടുത്തിയിട്ടില്ല. ശുദ്ധജ്ഞാനം അപരരുടെ അവകാശത്തെ ഹനിക്കാതെ മാത്സര്യത്തോടെയല്ലാതെ സ്വജീവിത വിജയത്തെ അണിയിച്ചൊരുക്കും. ജ്ഞാനത്തെ, ത്യാഗത്തെ ഭയക്കാതിരിക്കുക. പ്രപഞ്ച നിയമങ്ങളെ അറിഞ്ഞനുസരിക്കുക. മനസ്സും ചിന്തയും കർമ്മവും ശുദ്ധവും ചലനാത്മകവും സർഗാത്മകവുമാക്കുക. ജീവിതം നിങ്ങൾക്ക് മുന്നിൽ വിജയങ്ങളുടെ അത്ഭുത ആഴികൾ സൃഷ്ടിക്കും. ക്യൂ ലൈഫ്. ഈ വിവരിച്ച പ്രപഞ്ച നിയമങ്ങളെ അറിയാനും പ്രയോഗിക്കാനുമുള്ള കർമ്മ പദ്ധതിയാണിത്. ഇതാർക്കും പ്രയോഗിക്കാം. അതിലുള്ള അർപ്പണതയും വിശ്വാസവും ശ്രമവും ഓരോരുത്തരെയും വിജയത്തിലെത്തിക്കും. അതിന് പരിധികളില്ല. ജീവിതത്തിന് നിശ്ചലാവസ്ഥയില്ല. വിജയത്തിന്റെ പടികൾക്ക് പരിധിയില്ലെന്ന് നാം കരുതിപ്പോകുന്നതുവരെ വിജയത്തിലേക്കും പരിധി കൽപ്പിക്കുമ്പോൾ എതിർദിശയിലേക്കും ജീവിതം ഒഴുകും. പരിശീലിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് സിദ്ധാന്തങ്ങൾ പിന്നീട് പഠിക്കാനാകും. പ്രായോഗികതയാണ് പ്രാഥമികം. പഠനവും പരിശീലനവും ഗവേഷണവും എല്ലാത്തിനും ക്യൂ ലൈഫ് വേദിയൊരുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അനന്ത വിജയത്തിന് ക്യൂ ലൈഫ് പരിശീലിക്കാൻ സ്വാഗതം.